അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഞാൻ വാഴ്വാൻ തോളിൽ എത്തിയിരിക്കുകയാണ്. ഈ എൻട്രൻസിൽ കാണുന്ന ബാത്റൂം മാത്രമാണുള്ളത്. നമ്മൾ ട്രെക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ അല്ലെ കാടിൻ്റെ ഉള്ളിലൂടെ വാട്ടർഫോൾസിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസോ ബാത്റൂമോ ഒന്നുമില്ല. പേടിപ്പിക്കാം. എൻട്രൻസിൻ്റെ അവിടെ കണ്ടില്ലേ ഗൈഡ് ഹബ്ബ്, അവിടെ നിന്ന് നമ്മുടെ ട്രെക്കിംഗ് തുടങ്ങി ട്രെക്കിംഗ് അവസാനിക്കുന്നവരെ വീക്ക് ഡേയ്സിൽ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും, അതായത് സാറ്റർഡേ സൺഡേയും ഹോളിഡേയ്സിൽ നമ്മൾക്ക് ഗൈഡ് ഉണ്ടാവില്ല. പക്ഷേ ഗൈഡ് നിൽക്കുന്ന പോയിൻറ്റ്സ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ പോയിൻറ്റ്സിൽ കുറച്ച് ദൂരെ മാറിയായിട്ട് ഇവർ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പോയത് സാറ്റർഡേ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗൈഡ് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ദിവസമായിരുന്നു. അന്ന് തിരക്ക് കുറവായതിനാൽ എൻ്റെ കൂടെ 3 ഗൈഡുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ലാസ്റ്റ് വരെ, അതായത് നമ്മുടെ ആ വാട്ടർഫോൾസ് എത്തുന്നതിന് കുറേ ദൂരെ മുമ്പ് വരെ ഗൈഡുകൾ ഉണ്ടായിരുന്നു. കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ. ഗൈഡ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു പോണ വഴിക്കെല്ലാം ആനപ്പിണ്ടങ്ങൾ കാണാം. അപ്പോൾ ഗൈഡ് പറയുന്നുണ്ട് ഇതുവഴി ആന പോവാറുണ്ട്, അല്ല ആന ഇന്നലെയൊക്കെ പോയിരുന്നു എന്ന് ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. ഇത് ഒരു മനുഷ്യനാണ്. ഞാൻ മറ്റേ മുത്തപ്പൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു പുള്ളി. ഇതാണ് പോയിന്റ്. ഇത് നിങ്ങളെങ്ങോട്ട് വരുന്ന? നിങ്ങളെങ്ങോട്ട് പോണ? അപ്പം അവിടെ ആര് കാണും? ആ അത് തന്നെ. നിങ്ങൾ ചുമ്മാ വരികയാണല്ലേ? ഓ അങ്ങനെ ഡ്യൂട്ടിക്ക് പോവാണ്. ക്ലീനായിട്ട്, ഇത്രയും ക്ലീനായിട്ട് ഇതാരാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതാ നടന്നു വരുന്നു. ഇത്രയും ക്ലീനായിട്ട് അവിടെ തൊട്ടാണ് ഇന്നലത്തേക്കുള്ളത്. അല്ല അതിനെ നിങ്ങളുടെ ഒരു കഥ പറ. അങ്ങനെ വന്നു ഒരു ദിവസം, നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് ഒതുങ്ങി നിന്നു നടക്കും. അങ്ങ് പോകും. ആണോ? നമ്മള് മറവിലിട്ട് അതിനോട്ടിക്കും. ആണോ? ഇവിടെ കടന്ന സ്ഥലോ? പക്ഷെ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണേ? ആണല്ലേ? ആണോ? ഞാൻ 1 വർഷമാകുമ്പോൾ ഇവിടെ തന്നെ വീട്? ഇല്ല, എന്റെ വീട് കളനാട്. എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ. ജോലി കിട്ടിയല്ലോ ഫോറസ്റ്റില്, സന്തോഷായില്ലേ? ജോലി നമുക്ക് സ്ഥിരമില്ലല്ലോ ഇങ്ങനെ. എന്നാലും ഒരു ജോലിയില്ലേ? സ്ഥിരത്തിന്റെ കാര്യമല്ല, നമുക്കൊരു ജോലി. സിറ്റിയില് പോണ്ട, വീട്ടിന്റെ അടുത്ത് തന്നെ. എത്ര ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് വരെ? കുറച്ചപ്പുറം തന്നെ നമ്മുടെ വീട്. പിന്നെന്താ, വീട്ടിലെ ഭക്ഷണമായിട്ട് വരാം. കുറച്ച് നല്ല ഓക്സിജൻ കിട്ടും കുറച്ചുകൂടെ, അല്ലേ? ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ കൊണ്ടുവരും. ആ പിന്നെന്ത്, ചേട്ടനുണ്ട് വീട്ടില്, അല്ലേ? നാളെ ചേട്ടനൊക്കെയാണ്. അപ്പൊ പിന്നെ പോണ ഐശ്വര്യമില്ലാത്ത ദിവസം ഇവിടെ വരും. ചേട്ടൻ ഗൈഡ്.
പിന്നെന്താ സന്തോഷമായില്ലേ? ഇവിടുന്ന് ആ നീളത്തിൽ ഒരുപാട് നീളമുണ്ട്. ഇതിലുള്ള പാമ്പിനെ തന്നെ കാണണം, ഇതേപോലുള്ള ഇത് പാമ്പിനെ തന്നെ കാണണം ഇവിടെ. വായിക്കാത്തവിടെ കാണും. അത് ഇങ്ങോട്ട് പോയത് എന്തു പാമ്പാ അത്? രാജപാമ്പാല. ഇതേപോലത്തെ പാമ്പുകളെ തന്നെ കാണുന്നത് നമ്മൾ. നിങ്ങൾ പറഞ്ഞില്ലേ കണ്ടെന്ന്, ഇതേപോലെ തന്നെ നടക്കുന്നത്. ആ മേളിൽ അണയിരിക്കുന്നിടത്ത് ഒരെണ്ണം ഉണ്ട്. അവിടെ ഒന്നല്ല, നമ്മളെ ഇരിക്കേണ്ട പാറക്ക് അവിടെ ഉണ്ട്. വഴിയിലാണ് അവിടെ ഒരെണ്ണം ഈ സൈസുണ്ട്. അത് തന്നെ ഒറ്റ. ഉള്ളിൽ ചെന്ന് നോക്കണമെന്ന് കുപ്പി കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് കൊണ്ട് വിട്ടിട്ട് തുറന്നിട്ടിട്ട് ഇവരങ്ങ് പോകും. ആ കുപ്പിയും പാമ്പും അവിടെ കാണും. സ്റ്റോറി പറ. ഇവിടെ പാമ്പിനെ കണ്ട കാര്യം പറ. ഇവിടെ പാമ്പിനെ കണ്ടത് ഇവിടെ അവിടെ രണ്ടെണ്ണം. പിന്നെ മറ്റേ കോഴിയുടെ കോഴിയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ കോഴീനെ അടിച്ചിട്ടേ പോവുള്ളത്. കഴിക്കൂല, കൊന്ന് ഇടും. മറ്റേ ഫോറസ്റ്റ് എന്തോ ആരൊക്കെ ഫോറസ്റ്റ് കൊണ്ട് വിടുന്നത് അവർ രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ട് ഇവിടെ വിട്ടിട്ട് അങ്ങ് പോകും. കുരങ്ങനായിരുന്നാലും പാമ്പായിരുന്നാലും കൊണ്ടിട്ടിട്ട് പോകും. അവരെവിടുന്ന് കൊണ്ടുവരണ? അവർ അവിടുന്ന് പിടിച്ചോണ്ട് ആൾക്കാരെ കയ്യിൽ പാമ്പിരിക്കുമല്ലോ, അതൊക്കെയാണെന്നുള്ളത്. ആ കാട്ടിൽ കൊണ്ടുവരുന്നത് വലിയ ആൾക്കാരെ വീട്ടിൽ കയറുന്ന പാമ്പുണ്ടല്ലോ, പാമ്പിനൊക്കെ പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടും. ഇവിടെ കൊണ്ടങ്ങ് വിടും. ഇവിടെ കൊണ്ടുവിടും. പക്ഷെ അത് ഇങ്ങോട്ട് ഈ അടുത്തുള്ള കയറും. അത് അവർക്ക് അതല്ലേ അറിയൂ, കാടിനെ പറ്റി അറിയില്ലല്ലോ. നമ്മളിങ്ങനെ നടക്കുന്ന വഴികളിലെല്ലാം ഇങ്ങനത്തെ പാറക്കല്ലുകൾ ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ച് നടന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ട്രെക്കിങ്ങിൻ്റെ ഏകദേശം പകുതി എത്തിയപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കണ്ടു തുടങ്ങും. നേച്ചർ എപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുമല്ലോ, അതുപോലെ തന്നെ ഞാനും അവിടെ ഇറങ്ങി ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങി. ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നുവെങ്കിലും നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഇങ്ങനത്തെ പാറക്കൂട്ടങ്ങളിലൂടെ സാവധാനം നമ്മൾക്ക് നടന്ന് സൂക്ഷിച്ച് കയറുവാൻ പറ്റുന്നതാണ്. അവിടെ 1 മാസം ഫുള്ളെങ്കിൽ 1 മാസം വെറുതെ വീട്ടിൽ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഗൈഡ് പോകും. സായിപ്പന്മാര് ഒരു വർഷത്തിൽ 10 മാസം 15 മാസം ജോലി എന്നിട്ട് അവര് നാട് കാണാൻ ഇവിടെ മെല്ലാന്ന് വന്ന ഒരു മട്ടി തറച്ചി. ഈ ഗൈഡുകളെല്ലാം ഇവിടെ എത്രയോ നാളുകളായി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഈ ഇങ്ങനത്തെ കഥകളെല്ലാം കേൾക്കുമ്പം ശരിക്കും നമ്മളുടെ ടയേർഡ്നെസ് തോന്നില്ല, ക്ഷീണമേ തോന്നില്ല. അപ്പം നമ്മൾക്കൊരു ഇങ്ങനത്തെ കഷ്ടപ്പാടുകൾ പോലത്തെ സ്ഥലങ്ങൾ പോലും നമ്മൾ ഇവരുടെ വർത്തമാനത്തിൽ നമ്മൾ അങ്ങ് നടന്നു കയറും. ചേട്ടാ കുഴപ്പമില്ല, ഫ്രെയിമിലൊക്കെ വന്നാൽ ചേട്ടനെ ഞാൻ ഫേമസ് ആക്കും. ചേട്ടനെ ഒതുങ്ങിയൊന്നും വേണ്ട, അഥവാ വേണ്ടെങ്കിൽ പറയും. ചേട്ടൻ ഡോൺ വറി, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളല്ലേ. മറ്റേ അമ്പലമൊക്കെ തൂത്തിടുന്ന പോലെ അമ്പലത്തിൽ അമ്മമാരും ചേച്ചിമാരൊക്കെ തൂത്ത് നല്ല വൃത്തിയാക്കി. ഈ ഗൈഡുകൾ നിൽക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ അവരുടെ ആ പോകുന്ന വഴികളുമെല്ലാം നല്ല വൃത്തിയായി തൂത്ത് വൃത്തിയാക്കിയിടും.
ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കുറച്ച് കയറ്റം ഒരു കാണുമ്പോഴും കയറുമ്പോഴും കുറച്ച് നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ സാവധാനം നമ്മൾക്ക് കയറാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടീനെസ് തോന്നും. ബട്ട് സാവധാനം കയറി മുകളിലെത്താം. അങ്ങനെ ഫൈനലി നടന്ന് സാവധാനം ഞാനതിൻ്റെ മുകളിലേക്ക് എത്തി. ഈ കാണുന്നത് വേറൊരു വാട്ടർ ഫൗണ്ടെയിനാണ്. അതും ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്. നമ്മളവിടെ എഗെയിൻ നമ്മൾ കുറച്ച് നേരം നിന്ന് അത് കാണുകയും ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ നിൽക്കുന്നത് കമ്പകാണ്. അത് ഏറ്റവും ഒരു 2-3 തലമുറയ്ക്ക് അപ്പുറമുള്ള മരമാണ്. ഇതൊക്കെ ഇത് മുകളിൽ നിന്ന് ഉരുൾ പൊട്ടി വന്ന ആണിത്. അതിനുശേഷം പൊടിച്ച മരമാണ് ഈ നിൽക്കുന്നത്. അതിൽ ഇതാ ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി. അത് അവിടുന്ന് ഉരുൾപൊട്ടി വന്ന കല്ലും പറയണി കിടക്കണം. എപ്പോഴായിരുന്നു ഏകദേശം കൃത്യം വേണം? 1975-76 ഓക്കെ, ഒരു 10-40 വർഷം മുമ്പ്. അതാ ഇത്ര ഞാൻ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴേ. ഈ മരം മറ്റേ മരത്തിന്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. വലിയ മരം ഈ ബോർഡ് ഇരിക്കുന്ന മരത്തിന്റെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പൊടിച്ച മരമാണ് അതില് പൊട്ടി പോയതിനു ശേഷം പൊടിക്കാണ്. അയ്യോ ശരി. Nature is nature. Strictly avoid smoking or throwing lighter objects which may lead to fire and devastation. ഇതുവരെ ഗൈഡ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗൈഡില്ല. പക്ഷേ നമ്മുടെ കൂടെ വന്ന ഗൈഡ് രവി പറഞ്ഞു ഇനി കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഈ കാണുന്നത് മങ്കി മൂവാണ്. കുറേങ്ങനെ ഞാൻ മാക്സിമം സൂം ചെയ്യാൻ എടുക്കാൻ നോക്കി, പക്ഷേ കാണുന്നില്ല. ഫൈനലി വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കൂടെ ഈ ട്രിപ്പിൽ വന്നിരിക്കുന്നത് ഉണ്ണിയാണ്, മിസ്റ്റർ അനൂപ്. ഒരു ഗൈഡിനെ പോലെ എന്നെ അക്കമ്പനി ചെയ്ത് വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ബാക്കി വ്ലോഗ് ഉടനെ ഉണ്ടായിരിക്കും. അതിൽ ഉണ്ണിയുടെ വിശേഷങ്ങളും ബാക്കിയുള്ള ട്രിപ്പിൻ്റെ കാര്യങ്ങളും അറിയാം.